ഒരു ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുന്നത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. പക്ഷേ അടുത്ത കാലത്തായി ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു അപകടം നടന്ന ഒന്നിലധികം സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നാമെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കാനുള്ള പ്രധാന കാരണം അതിന്റെ കംപ്രസർ ആണ്. അതിന്റെ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഫ്രിഡ്ജിനെ സേഫായിട്ട് വെക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില പ്രധാന കാര്യങ്ങൾ ഇവിടെ പറയാം. ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ കിട്ടിയ യൂസേഴ്സ് മാനുവലിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ് നിങ്ങളുടെ ഫ്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ സ്റ്റോവിനോട് ചേർന്ന സ്ഥലത്തോ ഫ്രിഡ്ജ് വെക്കരുത്. ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്, പവർ കോഡ് എന്നിവയ്ക്ക് തകരാറിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോയെന്ന് പതിവായി പരിശോധിക്കുക. എക്സ്റ്റൻഷൻ കോഡുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. വളരെയധികം വീട്ടുപകരണങ്ങൾ എക്സ്റ്റൻഷൻ കോഡിൽ ഒരുമിച്ചുപയോഗിക്കുന്നതു അപകടം ക്ഷണിച്ചു വരുത്തും. നിങ്ങളുടെ ഫ്രിഡ്ജ് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. പൊടി, അവശിഷ്ടങ്ങൾ, ചോർച്ച എന്നിവ ഒഴിവാക്കുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഫ്രിഡ്ജ് സർവീസ് ചെയ്യിക്കണം. ശരിയായ വായുസഞ്ചാരത്തിനായി ഫ്രിഡ്ജിന് ചുറ്റും മതിയായ ഇടം അനുവദിക്കുക. ഫ്രിഡ്ജിന്റെ പുറകിലോ താഴെയോ ഉള്ള വെന്റുകളെ വസ്തുക്കളോ അവശിഷ്ടങ്ങളോ തടസ്സപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കുക. അസാധാരണമായ ശബ്ദങ്ങൾ, അമിതമായ ചൂട് അല്ലെങ്കിൽ ക്രമരഹിതമായ തണുപ്പിക്കൽ എന്നിവ പോലുള്ള തകരാറുകളുടെ ഏതെങ്കിലും ലക്ഷണങ്ങൾക്കായി നിങ്ങളുടെ ഫ്രിഡ്ജ് പതിവായി പരിശോധിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉപകരണം വിലയിരുത്തുന്നതിനും നന്നാക്കുന്നതിനും ഒരു പ്രൊഫഷണൽ ടെക്നീഷ്യനെ ബന്ധപ്പെടുക. നിങ്ങളുടെ ഫ്രിഡ്ജ് ഓവർഫിൽ ചെയ്യരുത്, കാരണം അത് വായുപ്രവാഹത്തെ നിയന്ത്രിക്കുകയും തണുപ്പിക്കൽ സംവിധാനത്തെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിനുള്ളിലെ ശരിയായ വായു സഞ്ചാരം സുരക്ഷിതമായ താപനില നിലനിർത്താനും അമിതമായി ചൂടാകുന്നത് തടയാനും സഹായിക്കുന്നു. എയറോസോൾ ക്യാനുകൾ, ക്ലീനിംഗ് ഏജന്റുകൾ അല്ലെങ്കിൽ പേപ്പർ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ തീപിടിക്കുന്ന വസ്തുക്കൾ ഫ്രിഡ്ജിൽ നിന്ന് അകറ്റി സൂക്ഷിക്കുക. തീപിടുത്തമുണ്ടായാൽ ഈ വസ്തുക്കൾക്ക് തീജ്വാലകളുടെ വ്യാപനവും തീവ്രതയും ത്വരിതപ്പെടുത്താൻ കഴിയുമെങ്കിൽ അടുക്കള ഭാഗത്ത് ഒരു എക്സ്റ്റിംഗ്വിഷർ സൂക്ഷിക്കുകയും അത് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങൾ ദീർഘനാളത്തേക്ക് വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അഭാവത്തിൽ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ നിങ്ങളുടെ ഫ്രിഡ്ജ് അൺപ്ലഗ് ചെയ്തിരിക്കണം. ഇത് നിങ്ങളുടെ ഫ്രിഡ്ജുമായി ബന്ധപ്പെട്ട അസാധാരണമായ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വൈദ്യുത പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ച് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം തോന്നിയാൽ അവ ഉടനടി പരിഹരിക്കുകയും ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുകയും ചെയ്യുക. ഈ പ്രതിരോധ നടപടികൾ പാലിക്കുന്നതിലൂടെ ഫ്രിഡ്ജിൽ തീ പിടിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും നിങ്ങളുടെ വീടിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുകയും ചെയ്യാം.